ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചിട്ട് എനിക്കറിയാൻ പാടില്ല. ഷോർട്ടേജ് ഉണ്ടെന്നറിയാം. അല്ലാതെ വർദ്ധിപ്പിച്ചെന്ന് ഏതെങ്കിലും റിപ്പോർട്ട് വന്നിട്ടുണ്ട്? ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും സംഭവം വന്നിട്ടുണ്ട്? ഒന്നും വന്നിട്ടില്ല. ഷോർട്ടേജ് വെച്ചിട്ട് അവർ കാശ് കൂടുതൽ മേടിക്കാനുള്ള പരിപാടി ചെയ്യണം ഹോട്ടലിൽ. അത് ഗവൺമെൻറ്റാണ് അതിനുള്ള നടപടി എടുക്കേണ്ടത്. ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ പ്രസ്ഥാനം അടഞ്ഞു പോകുന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഇന്നത്തെ വിലയല്ല നാളത്തെ വിലയല്ല മറ്റന്നാൾ. അത് 1000 രൂപയൊക്കെ ഒരു സിലിണ്ടറിന് കൂടി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ പറ്റില്ല. ആരോട് മേടിക്കും കാശ്? കൊള്ളക്കാരൻ മരണം വന്നെന്നാണ് പറയുന്നത് ആൾക്കാർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ടൈം ഗ്യാസ് കിട്ടാനില്ല. രണ്ടാമത് കിട്ടുന്ന ഗ്യാസിന് 3000 രൂപ വെച്ച് കൊടുക്കേണ്ട, 3200 വെച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയാനകവും ദയനീയവുമാണ്. ഇലക്ഷൻ സമയത്ത് മാറ്റിവെക്കുകയും ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വില കൂട്ടുകയും ചെയ്തത് ഭയങ്കരമായിട്ടുള്ള കച്ചവടക്കാരെ ഭയങ്കരമായിട്ട് പരിഹസിക്കുന്നതിന് സമമല്ലേ അത്? അതനുസരിച്ച് നമുക്ക് സാധനങ്ങൾക്ക് വില പെട്ടെന്ന് കൂട്ടാൻ പറ്റില്ല. 1000 രൂപയാണ് കൂട്ടിയേക്കണേ. അത് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അത് കൂട്ടി നമുക്ക് 5 രൂപ 2 രൂപ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ലാഭമൊന്നുമില്ല. ഹോട്ടൽ ഉടമകൾ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയാണല്ലോ നേരിടുന്നത്. പാചകവാതക സിലിണ്ടറുകളുടെ വില വർധന മൂലവും പിന്നെ ലഭ്യതക്കുറവ് മൂലവും. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഇപ്പം കഴിഞ്ഞ മാസം മുതൽ പാചകവാതകത്തിന് ക്ഷാമം നേരിട്ടുകൊണ്ടിരുന്നു. ഞങ്ങൾക്കിവിടെ വിറകിൻ്റെ അടുപ്പില്ല, ഗ്യാസാണ് എല്ലാം മൊത്തം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 26 വർഷമായി പ്രസ്ഥാനം തുടങ്ങിയിട്ട് നമ്മൾ ഗ്യാസ് ഉപയോഗിക്കാൻ നേരിടുന്നില്ല. അപ്പം ലഭ്യതക്കുറവ് വന്നപ്പോൾ 24 ദിവസം അടച്ചിടേണ്ടി വന്നു. ഈ 24 ദിവസം അടച്ചിട്ടപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാം പട്ടിണിയിലായി. അവർക്കും വേറെ മാർഗ്ഗമൊന്നുമില്ല. ഞങ്ങൾക്കും ഇത് മാത്രമേ ഒരു തൊഴിലുള്ളൂ, വേറെ മാർഗ്ഗമൊന്നുമില്ല. ഞങ്ങളിവിടെ ഫാമിലിയായിട്ട് മുകളിൽ താമസം ഹോട്ടലിൽ നടത്തുകയാണ്. ലഭ്യതക്കുറവ് മൂലം വന്നതിന് ശേഷം ഓരോന്നും കിട്ടാൻ തുടങ്ങി പതുക്കെ തുറന്ന് എല്ലാം ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് പച്ച പിടിച്ച് വന്നപ്പോഴത്തേക്കാണ് ഇരുട്ടടി പോലെ ഇന്നലത്തെ ഈ 993 രൂപയുടെ വർധനം ഉണ്ടായിരിക്കുന്നത്. ഈ വർധനം താങ്ങാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ വർധനം മൂലം ഇനിയിപ്പോൾ ഭക്ഷ്യസാധനങ്ങൾക്ക് വില കൂട്ടി കഴിയുമ്പോൾ കസ്റ്റമേഴ്സ് വീണ്ടും അതിന് പ്രശ്നങ്ങളുണ്ടാക്കും. അതിനെ നമ്മൾ നേരിടേണ്ടി വരും. ഇതുവരെ നിങ്ങൾ ഭക്ഷണത്തിന് വില കൂട്ടിയിട്ടില്ല? ഞാൻ 2018 മുതൽ 60 രൂപയ്ക്ക് ചോറ് കൊടുക്കുന്നത് ഇന്ന് വരെ 60 രൂപയ്ക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാ സാധനക്കാരും ഒന്നിനും ഭക്ഷണത്തിന് വില കൂട്ടിയിട്ടില്ല. ഇന്നലെ ഇപ്പം ഞാൻ 2 കുറ്റി ഗ്യാസ് എടുത്ത് ഒരു കുറ്റിക്ക് 3085 രൂപ വെച്ചാണ് എടുത്തത്. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഹോട്ടൽ ഉടമകൾ ഇപ്പോൾ 6-ാം തീയതി പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹോട്ടലടച്ചിട്ട് പ്രത്യേകിച്ച് എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? അതിൽ ആവശ്യങ്ങൾക്ക് ന്യായമായ വിലയ്ക്ക് ഗ്യാസ് ലഭിക്കുക. അത് വലിയ ടൈറ്റ് ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ അത്യാവശ്യം കിട്ടും. ഇപ്പം തന്നെ 10 ഗ്യാസ് കുറ്റി ഉപയോഗിക്കുന്ന ഹോട്ടലിൽ കിട്ടുന്നത് 2ഉം 3ഉം ഒക്കെ കിട്ടുന്നത്. എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകും വ്യവസായം? അടച്ചിട്ട് വെച്ചാൽ അടച്ചിട്ട് കഴിഞ്ഞാൽ വാടകക്കാർക്കാണ് വാടക കൊടുക്കാൻ വേറെ മാർഗ്ഗമില്ലാതെ വരും. സ്റ്റാഫുകളെല്ലാം പട്ടിണിയാകും. പിന്നെയും അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് വീട്ടിൽ പോയാൽ പിന്നെ വരുന്ന അവർക്ക് തോന്നുമല്ല. പിന്നെ എല്ലാവരും വരാതെ മുമ്പോട്ട് പോകില്ല. അപ്പം പിന്നെ ആ പ്രസ്ഥാനം നിന്ന് പോവുകയല്ല, വേറെ മാർഗ്ഗമില്ല. പാചകവാതക സിലിണ്ടറുകളുടെ വില കൂടുതൽ കാരണം എന്തൊക്കെ പ്രതിസന്ധികളാണ് നിങ്ങൾ നേരിടുന്നത്? ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ പ്രസ്ഥാനം അടഞ്ഞു പോകുന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഇന്നത്തെ വിലയല്ല നാളത്തെ വിലയല്ല മറ്റന്നാൾ. അത് 1000 രൂപയൊക്കെ ഒരു സിലിണ്ടറിന് കൂടി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ പറ്റില്ല. ആരോട് മേടിക്കും കാശ്? കൊള്ളക്കാരൻ മരണം വന്നെന്നാണ് പറയുന്നത് ആൾക്കാർ പറയുന്നത്. ഭരണക്കാരല്ല ഇപ്പോൾ കൊള്ളക്കാരെ ഭരണമെന്നാണ് പറയണത്. ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. ഈ മാല ഭരണം പോയിരുന്നാലും ഈ മാല ഓരോ സാധനങ്ങൾക്ക് പരിപാടിയിൽ നിന്ന് വില കൂടി കഴിഞ്ഞാൽ 1000 രൂപ ഒരു സിലിണ്ടറിന് മറ്റേ കൂടിക്കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ടുണ്ടാവും? ഇത് ആരോട് മേടിക്കും? ഈ പ്രസ്ഥാനം അടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സംവിധാനത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കി തന്ന പറ്റിയ ആശ്വാസമുണ്ട്. അത് സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ ഏറ്റവും നന്നായിരിക്കും. അല്ലാതെ കണ്ട് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരുപാട് ആൾക്കാർ പണി പോകും. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരു സിലിണ്ടറിന് വില കൂടിയപ്പോഴത്തേക്ക് എത്ര വില കൂട്ടിപ്പോയി ഇത് വല്ല അറിയണ്ടോ? അവരുടെ ഗവൺമെൻറ് വല്ല വരുമാനം കുറവ് വന്നിട്ടുണ്ടോ? എത്ര മാസം അടച്ചിട്ടാലും അവർ വരുമാനം ഒരു കുറവില്ല. അവർ നേരത്തെ മുൻകൂർ മേടിച്ചു കഴിഞ്ഞു. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് മുന്നോട്ടുണ്ടോ? അവരുടെ മുൻകൂറുള്ള കാശ് മേടിച്ചിട്ടാണ് ഞങ്ങൾക്ക് അനുവാദം തരുന്നത്. പിന്നെ അവർക്ക് എന്ത് ചെയ്താൽ എന്ത് കൊള്ളാൻ അടിച്ചാൽ കുറവില്ല, ആരും ചോദിക്കാനില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള കൊള്ളക്കാരെ ഭരണം അവസാനിച്ചിട്ട് അത്ര നല്ലതായിരുന്നു. പഴയ രാജഭരണം വരെയായിരുന്നു നല്ലത്. എങ്കിൽ വളരെ നന്നായിരുന്നു. രാജഭരണം ഒരാളെ പിടിച്ചാൽ മതി. ഇപ്പോൾ അതല്ല, എല്ലാവരും മന്ത്രിമാരല്ലേ. വഴിയെ പോകുന്നവനും അല്ലാത്തവനും ഒക്കെ മന്ത്രിമാരാണ് ഇപ്പം. അപ്പോൾ ഈ നിലക്ക് മുന്നോട്ട് പോകാണ്ടിരിക്കാൻ അതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭക്ഷണത്തിന് വില വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാണോ നിങ്ങളിപ്പോൾ? ഭക്ഷണത്തിന് വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് വരുമാനം വേണ്ടേ? വരുമാനം കൊണ്ട് അവിടെ തരുമോ അവർ? അപ്പോൾ ഉണ്ടാക്കുന്ന സാധനം ഇവിടെ നീറ്റായി പോകും. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ഞങ്ങൾ എന്ത് ചെയ്യും? അടച്ചു പോകേണ്ടിവരും. അടപ്പിക്കാനാണ് ഗവൺമെൻറ് നോക്കണമെന്ന് എൻ്റെ അഭിപ്രായം. മെയ് 6-ന് ഹോട്ടലൊക്കെ അടച്ചിട്ട് അതിനെപ്പറ്റി പറ്റുള്ളൂ. കാരണം മുന്നോട്ട് പോകാൻ ഒക്കില്ല. എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇപ്പോൾ? എത്ര കുറക്കണം എന്ന് പറയുമ്പോൾ സാമാന്യ വില കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിളിച്ചുകൊണ്ടോണം. അല്ലാണ്ട് പിടിയിൽ നിന്ന് 1000 രൂപ ഒരു സിലിണ്ടർ കൂടി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒന്ന് അടച്ചിട്ട് ഒരു എല്ലാം കൂടി കൂട്ടി വെച്ചിട്ടും സിലിണ്ടർ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ സിലിണ്ടർ എല്ലാം കൊണ്ട് റോഡ് കൊണ്ട് വെച്ച് കൂട്ടി
ഒരാൾ ഒരു കൊണ്ടുവരച്ചിട്ടെങ്കിൽ അത് നിർന്നിട്ടേനെ അത് അറിഞ്ഞ് ഇതില്ല എന്താണെന്ന് ഇത് നശിച്ചു പോകും. ഒരു കൊണ്ടുവരച്ചാൽ കെട്ടുകൊടുത്തെങ്കിൽ ഇപ്പോൾ ഈ പ്രസ്ഥാനമാണ് ആകുമ്പോൾ അതുവഴി പോകും. അത് ചെയ്യാൻ തന്നെയോ ഇത് നശിച്ചു പോകും, നമുക്ക് തന്നെ നഷ്ടം. അത് ചെയ്യാൻ കഴിയാണ്ടാണ് വിചാരിച്ചത്. അല്ലാണ്ട് ഈ സിലിണ്ടറെല്ലാം അകത്ത് വെച്ച് പുറത്ത് വെച്ചും കൂട്ടിയിട്ട് വെച്ചും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണുന്നു. ഈ ഒരാഴ്ച ഇപ്പോൾ എങ്ങനെ ഉണ്ടോ സിലിണ്ടർ വില കൂടിയപ്പോഴത്തേക്ക് ഉടനെ സിലിണ്ടർ പുറത്ത് പോകുന്ന ഇഷ്ടം പോലെ. അപ്പോൾ അത് കൊള്ളക്കാരല്ലേ വരെ അതിന് കൂട്ടി നിൽക്കല്ലേ ഇത് ഗവൺമെൻറ്റും. അങ്ങനെയുള്ള ഗവൺമെൻറ് ഇവിടെ ഇല്ലാണ്ടിരിക്കല്ലേ നല്ലത്. പാചകവാതകത്തിന് വില കൂടിയത് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഗ്യാസ് കിട്ടാനില്ല. രണ്ടാമത് കിട്ടുന്ന ഗ്യാസിന് 3000 രൂപ വെച്ച് കൊടുക്കേണ്ട 3200 വെച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയാനകവും ദയനീയവുമാണ്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഒരു കുറ്റി ഗ്യാസ് എടുത്ത് നമ്മൾ 3000 രൂപ എടുത്ത് ഒരു കുറ്റി ഗ്യാസ് എടുത്ത് ഒരു സാധനം ഉണ്ടാക്കി നമ്മൾ എങ്ങനെ വിൽക്കാൻ പറ്റില്ല. കടക്കാരോട് നമ്മൾ എത്ര വെച്ച് കൂട്ടി മേടിക്കും? ഒരു ചായക്ക് 15 രൂപ കൊടുക്കുന്ന ഒരു ചായക്ക് നമ്മൾ 25 രൂപയ്ക്ക് ചായ മേടിക്കാൻ പറ്റുമോ? 25 രൂപയ്ക്ക് ഒരു ചായ വേണമെന്ന് ആൾക്കാരോട് കസ്റ്റമറോട് പറയാൻ പറ്റും. ആ ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും 100% കടയൊന്നും നടത്താൻ പറ്റാത്ത അവസ്ഥയായി. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇപ്പം 6-ാം തീയതി കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളെല്ലാത്തിനും അതിനെ അനുകൂലിക്കുന്നു. നമ്മൾ കടയടച്ച് അന്നത്തെ ദിവസം കടയടച്ച് പൂർണ്ണമായിട്ടും എല്ലാ കടകളും അടച്ച് ഞങ്ങളതിനോട് സഹകരിക്കുന്നു. നമ്മൾ പൈസ കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം കൂട്ടിയ പൈസ കുറയ്ക്കുക, അതനുസരിച്ച് വില കൂടുന്ന നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം 29-ാം തീയതി വരെ ഇലക്ഷൻ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇത്ര നാളും കൂടാതിരുന്ന സംഭവം 29-ാം തീയതി ബംഗാളിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ കൂട്ടൽ അത് വലിയൊരു എന്താ പറയുക, ഇലക്ഷൻ സമയത്ത് മാറ്റിവെക്കുകയും ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വില കൂട്ടുകയും ചെയ്തത് വലിയ ഭയങ്കരമായിട്ടുള്ള കച്ചവടക്കാരെ ഭയങ്കരമായിട്ട് പരിഹസിക്കുന്നതിൻ്റെ സംഭവമല്ലേ അത്. തീർച്ചയായിട്ടും അത് മാത്രമല്ല, ഈ കടകളിലെ ഗ്യാസിന് മാത്രമേ കൂടിയിട്ടുള്ളൂ. 14% മാത്രം കച്ചവടക്കാരുള്ള ഗ്യാസ് ഉപയോഗിക്കുന്ന കടകളിലെ ഗ്യാസിന് മാത്രമേ വില കൂടിയിട്ടുള്ളൂ. വീട്ടിൽ നടത്തുന്ന ഗ്യാസിനൊന്നിനും കൂടിയിട്ടില്ല. അത് വലിയൊരു കാര്യം തന്നെയല്ലേ. അപ്പം നമ്മളാരും കച്ചവടക്കാരും കച്ചവടം ചെയ്യണ്ട എന്ന് തന്നെ ഉദ്ദേശിച്ചല്ലേ ചെയ്യണേ. എനിക്ക് മൊത്തം 7 കടയുണ്ട്. ഞാൻ എൻ്റെ 4 കട അടച്ചിട്ടേക്കുവാണ് ഇപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട്. ഇത് കണ്ടില്ലേ, റെസ്റ്റോറൻറ്റ് അടച്ചിട്ടിരിക്കുന്നു, വിറകുകൾ കൊണ്ടുപോയി കൂട്ടിയിട്ടിരിക്കുന്നു. ഇതൊക്കെ തൊഴിലാളികൾ കുറേ ആൾക്കാരുണ്ട്. ഈ യുദ്ധത്തിൻ്റെ പ്രശ്നം കാരണം, ഗ്യാസിൻ്റെ പ്രശ്നം കാരണം ഒരു 80% തൊഴിലാളികൾ വീട്ടിൽ പോയി. എല്ലാവരും എത്തുന്നേ ഉള്ളൂ. എത്തിക്കഴിയുമ്പോൾ കൊടുക്കാൻ പണിയില്ല. കാരണം ഈ ഗ്യാസിന് ഈ വില കൂടി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ അവർക്ക് ജോലി കൊടുക്കും? തൊഴിലാളികൾ 10, 40, 50 പേരുണ്ട്. പക്ഷേ ഇതാണ് അവസ്ഥ. തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. 3000 രൂപ എടുത്ത് ഗ്യാസ് മേടിച്ച് ഈ കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതനുസരിച്ച് നമുക്ക് സാധനങ്ങൾക്ക് വില പെട്ടെന്ന് കൂട്ടാൻ പറ്റില്ല. 1000 രൂപയാണ് കൂട്ടിയേക്കണേ. അത് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അത് കൂട്ടി നമുക്ക് 5 രൂപ 2 രൂപ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ലാഭമൊന്നുമില്ല. അതിനനുസരിച്ച് ഫുഡിൻ്റെ പൈസ നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ തൽക്കാലം കൂട്ടിയിട്ടില്ല. കൂട്ടാനായിട്ട് ഞങ്ങൾ ഹോട്ടലുകാരുടെ റെസ്റ്റോറൻറ്റ് അസോസിയേഷനായിട്ട് തീരുമാനിച്ച് കൂട്ടാനുള്ള പരിപാടി നോക്കുകയാണ്. മെയ് 6-ന് പണിമുടക്ക് നടത്തുകയാണ്. എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്? മെയിനായിട്ട് ഗ്യാസ് സുലഭമായിട്ട് കിട്ടുക, വില കുറച്ച് തരിക. കൂട്ടുമ്പോൾ നമുക്കൊരു മിനിമം കൂട്ടലുണ്ടല്ലോ. ഒരു 50 രൂപ 100 രൂപ കൂട്ടാം. ഒറ്റയടിക്ക് ഇപ്പോൾ 1000 രൂപ കൂട്ടുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഹോട്ടൽ ഉടമകൾക്ക് ഇപ്പോൾ ബിസിനസ് തുടരാൻ പറ്റാത്തൊരു സ്ഥിതിയാണോ? അതെ, ഇപ്പോൾ ഇതുണ്ട്. ഒന്നാമത് കച്ചവടമില്ല. ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. പിന്നെ ഭക്ഷണമൊക്കെ ഒരു ആൾക്കാർ വീട്ടിൽ നിന്ന് കൊണ്ടു. നേരത്തെ വെയിലത്ത് കൂലി വേലക്കാർ ഈ വെയിലത്ത് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീടുകളിൽ നിന്ന് കൊണ്ടുവരിക. നമുക്കതനുസരിച്ച് കച്ചവടം കുറവാണ്. പഠിക്കാൻ അത്ര തന്നെ വേണം. പഠിക്കാൻ വെയിൽ ചെയ്ത് പോകാനും ബുദ്ധിമുട്ടാണ്. ഹോട്ടൽ ഉടമകൾ അതിനുപരി പൈസ കൊടുത്തല്ലേ, അതിനും ഉയർന്ന പൈസ കൊടുത്തല്ലേ വാങ്ങുന്നത്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള വില കിട്ടണം. അപ്പോൾ അത് കൂട്ടിയേ മതിയാവും. അല്ലെങ്കിൽ അവർക്ക് ഗ്യാസ് മേടിക്കാൻ നഷ്ടമാണ്. ഇത് നടത്തിക്കൊണ്ട് പോകാൻ നഷ്ടമാവും. ഇപ്പോൾ അതിലൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഗ്യാസിന് പൈസ കുറയുമ്പോൾ അവർ കുറയ്ക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ചേട്ടൻ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആളാണ്? രാവിലെയൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വില വർദ്ധിപ്പിക്കാതെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൂട്ടാതെ നിവൃത്തിയില്ലല്ലോ. ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചിട്ട് എനിക്കറിയാൻ പാടില്ല. ഷോർട്ടേജ് ഉണ്ടെന്നറിയാം. അല്ലാതെ വർദ്ധിപ്പിച്ചെന്ന് ഏതെങ്കിലും റിപ്പോർട്ട് വന്നിട്ടുണ്ട്? ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും സംഭവം വന്നിട്ടുണ്ട്? ഒന്നും വന്നിട്ടില്ല. ഷോർട്ടേജ് വെച്ചിട്ട് അവർ കാശ് കൂടുതൽ മേടിക്കാനുള്ള പരിപാടി ചെയ്യണത് ഹോട്ടലിൽ. അത് ഗവൺമെൻറ്റാണ് അതിനുള്ള നടപടി എടുക്കേണ്ടത്. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡറും വന്നിട്ടില്ലല്ലോ, ഇറങ്ങിയിട്ടില്ലല്ലോ ഗ്യാസ് സിലിണ്ടർ വില വർദ്ധിച്ചിട്ട്. എനിക്ക് ഹൗസ് കണക്ഷൻ ആണെങ്കിൽ എനിക്ക് കിട്ടുന്ന റേറ്റ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഉള്ളത് കൊമേഴ്ഷ്യലിന് റേറ്റ് വർദ്ധിപ്പിച്ചിട്ട് എനിക്കറിയാം. വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് കൂടും. പക്ഷെ ഇപ്പം കൂടി റേറ്റ് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. വർദ്ധിപ്പിച്ചു എന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
ഒന്നാമത്തെ കാര്യം സാധനം കിട്ടാനില്ല. അഥവാ കിട്ടുന്ന സാധനമാണെങ്കിൽ 3000-3100 രൂപ വിലയേറി. പിന്നെയുള്ള വിഷയം എന്ന് പറയുമ്പം ഇത് 6-ാം തീയതിയിലെ ബന്ദ്, അതിന് നമ്മൾ പൂർണ്ണമായി സഹകരിക്കും. പിന്നെ നമുക്ക് റേറ്റ് കൂട്ടി മേടിക്കാനും പറ്റത്തില്ല. ഒരു ചായക്ക് 15 രൂപയാണ് ഇപ്പം. അത് എങ്ങനെ 25 രൂപയായിട്ട് നമുക്ക് കസ്റ്റമറിൽ നിന്ന് മേടിക്കാനും പറ്റില്ല, കച്ചവടവും കുറയും. അതാണ് ഇതിലുള്ള മെയിൻ വിഷയം. കിട്ടുന്ന സാധനമാണെങ്കിലോ 3000-3100 രൂപ കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥ.